ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് ഇന്ന് കാരേജ് റിട്ടേൺ ലിവർ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇന്ന് ടൈപ്പ് റൈറ്റിംഗ് നെക്സ്റ്റ് സീരീസാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാമത്തെ പാർട്ടായ കാരേജ് റിട്ടേൺ ലിവറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇതാണ് കാരേജ് റിട്ടേൺ ലിവർ. അപ്പോൾ എന്താണെന്ന് നോക്കാം. കാരേജിനെ ഇടതുവശത്തേക്കുള്ള മാർജിനിൽ കൊണ്ടുപോകുന്നതിനും പേപ്പറിനെ അടുത്ത ലൈനിലേക്ക് കൊണ്ടുകൊടുക്കുന്നതിനുമാണ് നമ്മൾ കാരേജ് റിട്ടേൺ ലിവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കാരേജിനെ ഇടതുവശത്തേക്കുള്ള മാർജിനിൽ കൊണ്ടുപോകുന്നതിനും പേപ്പറിനെ അടുത്ത ലൈനിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്, കാരേജ് റിട്ടേൺ ലിവർ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മറ്റൊരു പേരാണ് ലൈൻ സ്പേസ് ലിവർ എന്ന് പറയുന്നത്. ശരിയായ ലൈൻ സ്പേസിന് വേണ്ടി റാറ്റഡ് വീലിനെ തിരിക്കുന്നത് ലൈൻ സ്പേസ് പോളാണ്. ഓക്കെ, ലൈൻ സ്പേസ് ലിവറിൻ്റെ വേറെ പേരാണ് കാരേജ് റിട്ടേണിംഗ് ലിവർ. ഓക്കെ, കാരേജ് റിട്ടേണിംഗ് ലിവർ, ലൈൻ സ്പേസ് ലിവർ, കാരേജ് റിട്ടേൺ ലിവറിൻ്റെ മറ്റൊരു പേരാണ് ലൈൻ സ്പേസ് ലിവർ. അതിൻ്റെ വേറൊരു പേരും കൂടെ ഉണ്ട്, അതാണ് കാരേജ് റിട്ടേണിംഗ് ലിവർ. ഇനി ലൈൻ സ്പേസ് ലിവറിനെ നമുക്ക് കാരേജിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ലൈൻ സ്പേസ് ലിവറാണ് എന്താണ് കാരേജിനെ അടുത്ത ലൈനിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ അടുത്ത ലൈനിലേക്ക് കൊണ്ടുപോകുന്നത് ഏതാണ്? ലൈൻ സ്പേസ് ലിവറാണ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ട് ക്വസ്റ്റ്യൻ നോക്കാം. ലൈൻ സ്പേസ് ലിവറിൻ്റെ മറ്റൊരു പേരെന്താണ്? കാരേജ് റിട്ടേണിംഗ് ലിവർ. ഓക്കെ, ഇനി ലൈൻ സ്പേസ് സ്പേസിങ് ബിറ്റ്വീൻ ലൈൻസ് ഈസ് ഡൺ ബൈ ഏത് വഴിയാണ്? ലൈൻ സ്പേസ് ലിവർ വഴിയാണ്. അപ്പം മറക്കരുത്, 3 പേരുണ്ട് കേട്ടോ ഇതിന്. കാരേജ് റിട്ടേൺ ലിവർ എന്നുണ്ട്, പിന്നെ ലൈൻ സ്പേസ് ലിവർ എന്നുണ്ട്, പിന്നെ എന്താണ് കാരേജ് റിട്ടേണിംഗ് ലിവർ. 3 പേരുണ്ട്. ഓക്കെ, അതാ ഇവിടെ പറയുന്നുണ്ട് കാരേജ് റിട്ടേൺ 3 പേരുണ്ട്. ഓക്കെ, ഇനി ഇത് വേറെ പേരാണ്. അതിൻ്റെ വേറെ പേരല്ല, അതിൻ്റെ വേറൊരു എന്താണ് കാരേജ് റിട്ടേൺ ലിവറിൻ്റെ ബേസ് ചെയ്തുള്ള 2 വാക്കുകളാണ്. ലൈൻ സ്പേസ് ഇൻഡിക്കേറ്റർ. ലൈൻ സ്പേസ് ഇൻഡിക്കേറ്റർ എൻ്റെ വേറൊരു പേരാണ് ലൈൻ സ്പേസ് ഗ്വാജ് എന്ന് പറയുന്നത്. ഓക്കെ, ലൈൻ സ്പേസ് ഗ്വാജ് എന്ന് പറയുന്നത്. ഇനി ലൈൻ ഫിൻഡർ എന്ന് പറയുന്നത് നമ്മുടെ പേപ്പറിനെ യൂസ് ടു അഡ്ജസ്റ്റ് എ പേപ്പർ ടു ദ സെയിം ലൈൻ ഓഫ് ടൈപ്പിംഗ് ആൻഡ് റീ ഇൻസർഷൻ വർക്ക്. ഓക്കെ, പേപ്പറിനെ അഡ്ജസ്റ്റ് ചെയ്യാനാണ്. ടൈപ്പ് ചെയ്യുമ്പോൾ ഒരേ ലൈൻ ടൈപ്പ് ചെയ്യുമ്പോൾ പേപ്പറിനെ അഡ്ജസ്റ്റ് ചെയ്യാനാണ് ലൈൻ ഫിൻഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഇത്രയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.